ഇതിൻ്റെ ഇടയ്ക്ക് പ്രൗഢിയോട് വളരെ മനോഹരമാണ്. റോഡ് നിരപ്പിനോട് ചേർന്ന് തന്നെ ഈ വെള്ളം കിടക്കണം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പനങ്ങാട് എന്നുള്ള സ്ഥലത്താണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പനങ്ങാട്. ഇത് ഇവിടെ തന്നെ ഒരു കായലിൻ്റെ അല്ലേ, കായലാന്ന് തോന്നുന്നു, വലിയ കായൽ, അതായത് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു കായലിൻ്റെ സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ ചീനവല കണ്ടോ, ചീനവല ഇതുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് കൊച്ചി തന്നെ, അതായത് മരടിയിൽ നിന്നൊക്കെ വളരെ കുറച്ചിങ്ങോട്ട് വന്നാൽ മതി പനങ്ങാട് എന്നുള്ളൊരു സ്ഥലം. അത് നമ്മൾ അതിൻ്റെ വഴി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വഴി, രണ്ട് സൈഡും അതായത് ചെമ്മീൻ കെട്ടോ, അതെ അല്ലേ, ചെമ്മീൻ്റെ ആണ് എന്താണെന്ന് അറിയില്ല. ഇത് പനങ്ങാടിൻ്റെ ഏറ്റവും ഇങ്ങേ അറ്റമാണ്. ഇവിടെ കണ്ടൽക്കാടൊക്കെ ഉണ്ട് കേട്ടോ, അതേ കണ്ടോ, കണ്ടൽക്കാടൊക്കെ ഉണ്ട്. ഇതൊരു ഇവിടെ ഒരു റിസോർട്ടുണ്ട്, റിസോർട്ടുകൾ. ഇവിടെ കുറേ റിസോർട്ടുകളുള്ള ഏരിയ കേട്ടോ അത്. അങ്ങനെ അധികം റിസോർട്ടില്ല, എന്നാലും കുറച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പം ഈ സമയത്ത് അത്യാവശ്യം വെയിലുണ്ട്. ഏതായാലും വന്ന സമയം ഇച്ചിരി ഇവിടെ കണ്ടൽക്കാട് നല്ല ഭംഗിയുള്ള ഇത് കണ്ടോ, ഇല്ലേ, കണ്ടോ, ഇതേ കണ്ടോ. ഇവിടെയൊക്കെ റോഡ് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ രണ്ട് സൈഡും വെള്ളം കേട്ടോ, അത് കാണിക്കാതെ. ഇത് കണ്ടോ, ഈ കണ്ടൽക്കാട് കണ്ടോ, കണ്ടൽക്കാട് നല്ല ഭംഗിയില്ലേ നോക്കി. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ പലരും വള്ളത്തിലാട്ടോ നടക്കുന്നത്. ഒരാളിത് വെയിലായാണ് മറിക്കണേണോ? വൈകുന്നേരം വരികയാണെങ്കിൽ അല്ലേ, വൈകുന്നേരം അല്ലെങ്കിൽ കാലത്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതായേനെ. ചേട്ടന്മാരൊക്കെ വന്നിട്ട് സ്ഥലമൊക്കെ കാണും. അതായത് കണ്ടോ, എല്ലാത്തിലും എണ്ണം പറഞ്ഞ് നിൽക്കാം. അടിയൊന്നും ഉണ്ടാവുന്നില്ല, അവരെല്ലാം തിരിക്കാൻ സ്ഥലമുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഓ, കുളിക്കാൻ തോന്നുന്നു അറക്കൽ. ഇവിടെ അറക്കലുണ്ടോ? അത് ശരി. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പോകണോ? വേണ്ട, നമുക്ക് അവിടെ അങ്ങോട്ട് തിരിക്കാം, അവിടെ തിരിക്കാം. കാരണം ഇത് ജെട്ടി ഉണ്ടോ ഇവിടെ? പനങ്ങാട് ജെട്ടി അത് അങ്ങ് കണ്ടായിരുന്നു ഞാൻ കുറെ മുമ്പ്, പനങ്ങാട് ജെട്ടി. പക്ഷെ ഈ വഴിയാണോന്നൊന്നും അറിയില്ല കേട്ടോ, നോക്കിയിട്ട് ജെട്ടി. കുമ്പളം ഗ്രാമപഞ്ചായത്ത് ഇവിടെ. പക്ഷെ അത് ജെട്ടിയല്ലേ, ആഞ്ഞിലി റോഡോ, ഇത് ജെട്ടി എങ്ങണ്ടാ. അതായത് നമ്മൾ ആദ്യം പനങ്ങാടിന്റെ വേറൊരു സൈഡാണ് പോയത്. അതിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വേറൊരു റോഡ് ഇങ്ങോട്ട് തിരിയുണ്ട്. ഇവിടെ ചെറിയൊരു ജെട്ടിയോ ഏതാണ്ട് ഉണ്ട്. അത് ഫങ്ഷനിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് പോകാനുള്ളതാണോ എന്ന് അറിയില്ല. അതേ കണ്ടോ, കുറേ വള്ളങ്ങളൊക്കെ വെച്ചാണ് കേട്ടോ മീൻ പിടിക്കാനായിട്ട് അല്ലേ. ദേ നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഇത് ദേ ചീനവലയൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. ഈ മീൻ പിടിക്കാനുള്ള വള്ളങ്ങളൊക്കെ കണ്ടാ, ഫൈബർ വള്ളങ്ങളൊക്കെ ആലോ. നല്ല മീനിന്റെ ഉളുമ്പ് മണമുണ്ട്. പക്ഷെ ഉളുമ്പ് മണം ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മറികടന്ന് നിൽക്കുന്നത് നമ്മുടെ ഈ സ്ഥലം കാണാനുള്ള ഭംഗി തന്നെയാ കേട്ടോ. അതേ കണ്ടോ, ഇതെന്നെ അത് അല്ല, അത് ഇതെന്നെ അത് ഇതിന്റെ ഒറ്റോപ്പസ് എന്തോന്ന് ഏതാണ്ട് സാധനത്തിന്റെ ഇത് വേറെ എന്തോണ്ട് ജീവിയാ അത്? ജെല്ലി ഫിഷ് എങ്ങാണ്ടാന്ന് അല്ലേ. അവിടെ കണ്ടോ, ജെല്ലി ഫിഷ് മീൻ പിടിക്കുമ്പോൾ കിട്ടണാണോ തന്നെ കയറി തന്നെയാണോന്ന് അറിയില്ല കേട്ടോ. ഇത് നോക്കി, അതെ കേരളത്തിന്റെ ഒരു മാൽദീവ്സ് പോലെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ റിസോർട്ടുകളാട്ടോ. അതായത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഏരിയയിൽ നോക്കി. ഇത് കണ്ടോ, ഫ്ലോട്ടിങ് ഇതേ പൊങ്ങി കിടക്കുന്ന ഒരു ഇത് കണ്ടോ, ചീനവല. അവിടെ നടുക്കൊരു ചീനവല ഉണ്ടോ? വൈകുന്നേരം പക്ഷെ വലിയ ബോട്ടില്ലല്ലോ, ബോട്ടിൽ കൊണ്ടുപോകാൻ. ഏത് ആ നടുക്കല്ലേ, നടുക്ക് അല്ലേ, പെട്ടിക്കട പോലെ ഇരിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു
ഇത് നോക്കി, ദേ നല്ല ഇളക്കമുണ്ടല്ലേ, മീനുകൾ വന്നെയായിരിക്കും കണ്ടോ. എന്റെ ദൈവമേ. ഇനി നമ്മള് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോയാലോ? ഓ, മത്സ്യത്തൊഴിലാളികളുടെ വള്ളം കരക്കടിപ്പിക്കൽ കേന്ദ്രം ചാത്തമ്മ. ദേ വഞ്ചി, ദേ ഇതൊക്കെ ഓരോ പല കഷ്ണം വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കയുടെ ചകിരിയോ അങ്ങനെ ഏതാണ്ട് സാധനം വെച്ചിട്ട് അടച്ചേക്ക് കേട്ടോ. നീങ്ങിയാലോ നമുക്ക്? അടുത്ത സ്ഥലത്തേക്ക് വാ. ചെറിയ പാലം, മണ്ണിൻ്റെ ഏകദേശം അടുത്ത് തന്നെ നിൽക്കുന്ന വെള്ളം ദേ കണ്ടോ. തെങ്ങും തോപ്പല്ല, ചുറ്റും വെള്ളം, അതിൻ്റെ ഇടയ്ക്കയുടെ കുറച്ച് തുരുത്തുകളുണ്ട്, അതിനകത്തൊക്കെ തെങ്ങുകളൊക്കെ ആയിട്ടാണ് നല്ലൊരു ഭംഗിയുള്ളത്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല സുഖം അവിടെ. കാര്യം ഉച്ചയ്ക്കാണെങ്കിൽ നല്ല എന്താ പറയുക, നല്ല കാറ്റുണ്ട്, നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്. എന്താ നമ്മുടെ അവിടേക്കാണെങ്കിൽ ഇതിക്കടെ പിള്ളേരൊക്കെ എപ്പോഴും കയറി അല്ലേ കളിയൊക്കെ ആയിരിക്കും. ഇതിക്കടെ കയറി വളരെ ആഴം കുറവാണല്ലോ അവിടെയൊക്കെ. മഴക്കാലത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ വെള്ളം കാണുമായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിക്കടെയൊക്കെ വഞ്ചിയിലൊക്കെ പോകാനുള്ള സൗകര്യം കാണുമായിരിക്കും. ഇവിടെ വല ഇരിക്കണം കേട്ടോ. കേട്ടോ വല, മീൻ പിടിക്കാൻ വേണ്ടി വല വെച്ചാണ് കേട്ടോ. കേട്ടോ തോടുകളുണ്ടോ ഇങ്ങനെ ചുറ്റും, അതിങ്ങനെ കറങ്ങി വരും. അതായത് ഇങ്ങനെ കറങ്ങി അതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല ഭംഗിയാവും. ഓരോ പാടങ്ങൾ പോലെ, ചിലപ്പോൾ ചെമ്മീൻകട്ടൊക്കെ കാണുമായിരിക്കും അല്ലേ. ചെമ്മീൻകട്ടാണോ എന്താണെന്ന് അറിയില്ല. ഇടയ്ക്ക് വെള്ളം, പിന്നെ ചെറിയ ചെറിയ തുരുത്തുകൾ. കണ്ടോ ആ തുരുത്തുകളിൽ വീട് കണ്ടോ, അവിടെ വീട് കണ്ടോ. ഇത് ചിലപ്പോൾ വള്ളത്തേക്ക് പോകാനുള്ള സൗകര്യം കാണുമായിരിക്കും കണ്ടോ. നേരെ ഇങ്ങനെ പോയി ഈ സിനിമകളിലൊക്കെ കാണുന്ന ഒരു ഇതല്ലേ. അതെ, അതായത് ഞങ്ങൾ ഏത് വെച്ചാൽ വൈക്കം ബീച്ച് കയറി ഞങ്ങൾ ആലപ്പുഴ സൈഡിലേക്ക് ഇതിനകത്ത് പോവാം, അതായത് ബോട്ട് കയറി പോവാം. അപ്പോൾ ഞങ്ങൾ അന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി വൈകുന്നേരം ആയപ്പോൾ മീൻ പിടിക്കുക, വീട്ടിലൊക്കെ കറിക്കുള്ള ആവശ്യത്തിന് അടുക്കള പുറത്ത് നിന്ന് മീൻ പിടിക്കുക. വളരെ നല്ല കാഴ്ചകളൊക്കെ കേട്ടോ. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഏരിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് റിസോർട്ടുകളുണ്ട്. പിന്നെ സാധാരണ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം, ഇടയ്ക്ക് റിസോർട്ടുകൾ, പിന്നെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ. കൊച്ചി നേരത്തെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലം ഉണ്ടെന്ന്, അതെ, ഹൈവേയുടെ അടുത്ത് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. അതെ, തനി ഗ്രാമപ്രദേശം എന്ന് വെച്ചാൽ ജനസംഖ്യ എന്തോരെന്ന് അറിയാൻ ഏതായാലും ആള് ഭയങ്കര കുറവാണ്. നട്ടുച്ചയായിട്ടാണോ എന്ന് അറിയാൻ ഇടയ്ക്ക് 1-2 ആളുകളൊക്കെ പോകുന്നുണ്ട്. വീടുകളും കുറവാണ്. വീടുകളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആളുകൾ വളരെ കുറവ്. വളരെ ശാന്തതയുള്ള പ്രദേശം അല്ലേ. അപ്പോൾ വള്ളത്തിൽ പോകാനുള്ള സൗകര്യം ഉണ്ട് കണ്ടോ. വള്ളം വിട്ടാണ് കേട്ടോ. ഇത് കുറേ വള്ളങ്ങളുണ്ടല്ലോ, 3 ഉണ്ട് ഇവിടെയുള്ള. പട്ടിയാണ് ഈശ്വര, അങ്ങോട്ട് വേണ്ട. ചിലപ്പോൾ പട്ടി ചിലപ്പോൾ ഓടിച്ചാലോ. ആ വീട്ടിൽ നിന്നാണ് പട്ടിയുടെ സൗണ്ട്. ഇത് കണ്ടോ, ഈ പുല്ലുകളൊക്കെ കണ്ടോ. അതായത് ഈ പുല്ലുകൾ കണ്ടു വയ്ക്കുക, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതെ 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 അതെ, വേണ്ട വള്ളങ്ങളൊക്കെ ക്രമീകരിച്ച് വയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് അങ്ങനെ ഒരു ഓട്ടമുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത്. അല്ല, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാ വരണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ആരും ശല്യങ്ങളൊന്നുമില്ല, അതായത് തിരക്കുകളൊന്നുമില്ല. ഇവിടെ ഇറങ്ങാനൊക്കെ ഒരു വഴിയുണ്ടല്ലോ. അതേ ഇത് ഈ വള്ളത്തിൽ വരുമ്പോൾ കയറി വരാനൊക്കെ ആയിരിക്കും. ഇത് കണ്ടോ. ഇവിടെ ഇതൊരു വേറൊരു ഏരിയ കേട്ടോ. അതായത് പനങ്ങാട്. ഇത് കണ്ടോ വെള്ളം. ഈ റോഡ് 2 സൈഡും കെട്ടിയേക്കുക. അപ്പോൾ കുറച്ചൊക്കെ റോഡ് പോയിട്ടുണ്ട്. പല സ്ഥലത്തും കട്ട വിരിച്ച് വരികയാണ്. ബാക്കിയുള്ള സ്ഥലത്ത് കുഴപ്പമൊന്നുമില്ല. ചില ഏരിയയിൽ മാത്രം ഇതുപോലെ ചെറുത് പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം റോഡൊക്കെ നല്ല റോഡുകൾ തന്നെയാണ്. ഇത് കണ്ടോ, അവിടെ ഒരു റിസോർട്ടാണ്. അത് അവിടെ നിന്ന് കയറി ആ വെള്ളത്തിൻ്റെ, അതായത് നടുക്ക് വെള്ളം, അതിൻ്റെ അപ്പുറം റിസോർട്ട്. ആ വെള്ളത്തിൻ്റെ നടുക്കേക്കടെ വഴിയുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. കണ്ടോ നല്ല ഭംഗിയുള്ള ഏരിയയിൽ നോക്കി. അവിടെ കണ്ടോ തെങ്ങും തോപ്പുകൾ, കണ്ടൽക്കാടുകളൊക്കെ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ പനങ്ങാട് ഉള്ളൊരു പള്ളിയാണിത്. നിത്യ സഹായ മാത, അതായത് ചാത്തമ്മ എന്നും പറഞ്ഞ എഴുതി വെച്ചാണ്. നിത്യസഹായ മാത പള്ളി ചാത്തമ്മ.
ചാത്തമ്മ എന്ന് വെച്ചാൽ സ്ഥലമാണോന്ന് അറിയില്ല. പനങ്ങാടാണിത്. അപ്പോൾ പനങ്ങാടുള്ളത് കണ്ടോ, പള്ളിയത് കണ്ടോ. അതായത് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലം. അതേ കണ്ടോ, ഫ്രണ്ടിൽ ചെമ്മീൻ കെട്ടാണോന്ന് അറിയില്ല. അവിടെ ഒരു വലയൊക്കെ വിരിച്ചിട്ടുണ്ട്. തെങ്ങുകളും അതൊക്കെ വീടാന്ന് തോന്നുന്നു കണ്ടോ. അവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. തുണി അലക്കാനിട്ടാണ് കേട്ടോ. ആ ഒരു ഇതിൻ്റെ നടുക്കായിട്ടുള്ള ഒരു സ്ഥലം, അവിടെയാണ് തുണി നനക്കാനായിട്ടാണ്. അവിടെയാണ് നല്ല, അതായത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ ഇടയ്ക്കാട്ടത് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കണ്ടോ. തെങ്ങിലൊക്കെ നിറച്ച് തേങ്ങ ഈ സൈഡിലുള്ള തെങ്ങുകളിലൊക്കെ കണ്ടോ. വെള്ളത്തിന് നടുക്കടെ അതെ, വെള്ളത്തിന് നടുക്കടെ പോകുന്നത് പിള്ളേർക്ക് എല്ലാം അറിയായിരിക്കും ചേച്ചി. സൈക്കിൾ ഓടിക്കാൻ അറിയാം, വള്ളം തുഴയാൻ അറിയാം അല്ലേ, നീന്താൻ അറിയാം, എല്ലാം അല്ലേ. സ്കൂളെങ്ങാണ്ടോ നേരെ കാണുന്നത് ഇത് കണ്ടോ, നല്ല ഭംഗിയില്ല. എന്റെ ദൈവമേ, അവിടെ ഒരു വീടൊക്കെ ഇതല്ലേ, ഇതല്ലേ വീട്. ആഹാ, എന്ത് ഭംഗിയാ നോക്കി. പിള്ളേർക്ക് ക്ലാസ്സിൽ നിന്ന് നല്ല വ്യൂ ആണ് അല്ലേ. തുമ്മല് വന്നിട്ട് കണ്ടോ. പിള്ളേരെ സ്കൂളിന്റെ ബാക്ക് വശം അത്. നല്ല അല്ല, കാറ്റ് കൊണ്ട് പഠിക്കാം പിള്ളേർക്ക്. സർക്കാർ സ്കൂളാന്ന് തോന്നുന്നത്. സർക്കാരാണോ എയ്ഡറാണോ എന്നറിയില്ല. എയ്ഡറാന്ന് കേട്ടോ. ഗിവ് താങ്ക്സ് ടു ദി ലോഡ്. എനിക്കറിയാം എയ്ഡറാവുള്ളൂ. അതാണ് സ്കൂള്. സ്കൂള് കണ്ടോ അല്ലേ, ദേശബന്ധു സ്കൂൾ സ്കൂളിന്റെ പേരാ. നമ്മള് എന്താ പറയുക, എവിടെ വായിച്ചിട്ടുണ്ടല്ലോ, ആരെയാണ് ദേശബന്ധു എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അല്ലേ. അങ്ങനെ പണ്ടത്തെ ഇതിലെ ചരിത്രത്തിൽ എവിടെ വായിച്ചല്ലേ. ദേശബന്ധു സ്കൂൾ, വിചിത്രമായ പേരാ. അതെന്ന് വെച്ചാൽ നല്ലൊരു വെറൈറ്റി പേരാ കേട്ടോ അല്ലേ. ഇത് നല്ല ഭംഗിയുള്ള ഏരിയയിൽ എനിക്ക് എന്റെ ദൈവമേ. അതിന്റെ ഇടയ്ക്കേടെ നടന്ന് തേങ്ങ പറിക്കാം. കായലിലേക്ക് വീണു. അല്ല അത് അല്ല, ഇവിടെ ചൂടും വ്യത്യാസപ്പെട്ട് നിൽക്കണേ. അതായത് ഈ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ഇത് കണ്ടോ, നെറ്റ് പോലത്തെ കയറിന്റെ നെറ്റ് ഇത് ഇവിടെ താഴെ പിടിച്ച് കയറിന്റെ നെറ്റ് ഉണ്ട്. കയറിന്റെ നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കായലുകളുടെയും കണ്ടൽക്കാടുകളുടെയും നാടായ കൊച്ചി സിറ്റി തന്നെയുള്ള ഈ പനങ്ങാട് നിന്നും ഞങ്ങൾ മടങ്ങാണ്. കാഴ്ചകളൊക്കെ ഇവിടെ വളരെ മനോഹരമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക.